അതിവിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടത്തിന് നടുവിലെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയും അടുത്തുള്ള കല്ലറകളും. ലൂസിഫർ എന്ന മലയാള സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റർ കണ്ടവരാരും ഈ സ്ഥലം മറന്നു കാണുവാൻ ഇടയില്ല. മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനിയോട് തൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഈ പള്ളിയുടെ പരിസരത്ത് വെച്ചാണ്. അത് കാണുമ്പോൾ ഒരു സെറ്റിട്ടതാണെന്ന് പലരും കരുതിയെങ്കിലും അതൊരു യഥാർത്ഥ സംഭവം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പള്ളി ഒന്ന് പോയി കാണാമെന്ന് കരുതിയാൽ ചില പ്രശ്നങ്ങളുമുണ്ട്. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപമുള്ള ഈ ഡ്രാക്കുള പള്ളി സിനിമയിൽ കാണുന്ന രൂപത്തിൽ ഇപ്പോൾ കാണാൻ കഴിയില്ല. ആ പള്ളിക്ക് ശാപമോക്ഷം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ലൂസിഫർ സിനിമ നിർമ്മാതാവായ നമ്മുടെ ആശീർവാദിൻ്റെ ആൻ്റണി പെരുമ്പാവൂരാണ് ആ പള്ളിയുടെ മുഖം മിനുക്കി പഴയതിലും പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നത്. ലൂസിഫർ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയും പ്രിയദർശിനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്ന സ്ഥലമായിരുന്നു ഇവിടം. വൈരാഗ്യവും ദേഷ്യവും മാറി സ്റ്റീഫൻ തൻ്റെ ആരൊക്കെയോ ആണെന്ന് പ്രിയദർശിനി തിരിച്ചറിയുന്നത് ഇവിടെ വെച്ചാണ്. അതുവരെയുള്ള കഥയുടെ പോക്ക് തീർത്തും മാറ്റിമറിക്കുന്ന ഇവരുടെ കൂടിക്കാഴ്ചയോടൊപ്പം ഈ സ്ഥലവും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. ഇല കൊഴിഞ്ഞു നിൽക്കുന്ന ഒറ്റമരവും അതിന് തൊട്ടടുത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയും കല്ലറകളും കാഴ്ചയിലെ വിസ്മയത്തോടൊപ്പം നിഗൂഢതയും മലയാളികൾക്ക് സമ്മാനിച്ചിരുന്നു. ഇടുക്കി ഉപ്പുതറയ്ക്ക് സമീപമാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ സീൻ ഷൂട്ട് ചെയ്യാൻ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച അവസാനം വളരെ അവിചാരിതമായാണ് സംവിധായകൻ പൃഥ്വിരാജും സംഘവും ഇവിടേക്ക് വരുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലുള്ള ലൊക്കേഷൻ ഇതുതന്നെയായിരുന്നു എന്ന് പൃഥ്വിരാജ് തിരിച്ചറിഞ്ഞു. പിന്നീട് തകർന്ന പള്ളിയിൽ ചില മിനുക്ക് പണികളൊക്കെ നടത്തി സിനിമയിൽ കാണുന്ന രൂപത്തിലാക്കിയെടുത്തു. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ കഥാഗതി തന്നെ മാറ്റിമറിച്ച സീനും ചിത്രവും ഹിറ്റായപ്പോൾ കൂടെ ഈ സീനിലെ പള്ളിയും ഹിറ്റായി മാറി. ഇംഗ്ലീഷുകാരനായ JM വിൽക്കി പണ്ട് ഇടുക്കിയിൽ ഈ പള്ളി നിർമ്മിക്കുമ്പോൾ CSI, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബായ എന്നിങ്ങനെ എല്ലാ സഭകളുടെയും വിശ്വാസികളുടെ സംയുക്ത ആരാധനാലയമായിരുന്നു ഇത്. പക്ഷേ പിന്നീട് എല്ലാ സഭകൾക്കും പ്രത്യേകം പള്ളികളായതോടെ വിശ്വാസികൾ ഈ പള്ളിയെ കൈയൊഴിയുകയായിരുന്നു. കാടുകയറി നിറഞ്ഞപ്പോൾ ഇവിടം ഡ്രാക്കുള പള്ളിയായി അറിയപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറം ആരും തിരിഞ്ഞു നോക്കാനോ ആരാധന നടത്താനോ ഇല്ലാതെ കുറേയധികം ശവക്കല്ലറകൾക്കൊപ്പം ഈ പള്ളിയും അനാഥമായി. എന്നാൽ ഇപ്പോൾ ലൂസിഫറിലൂടെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് ഈ ഡ്രാക്കുള പള്ളി. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഏകാന്തമായി നിലകൊള്ളുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ ലോണ്ട്രി ഡിവിഷൻ 2-ൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ആൻഡ്രൂസ് CSI പള്ളി ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ലൂസിഫർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ആശീർവാദ് സിനിമാസ് പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർത്തിരുന്നു. അതിനെ കൂടുതൽ പഴയതായി കാണിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ആൻ്റണി പെരുമ്പാവൂർ ഈ പള്ളിയെ നന്നാക്കാൻ 8 ലക്ഷം രൂപയും ചെലവഴിച്ചു. അതുകൊണ്ട് പള്ളി ഇപ്പോൾ ആധുനിക രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ പള്ളിയിൽ മാസത്തിൽ 3 ആരാധനകളും നടത്തുന്നുണ്ട്.